നമുക്ക് നമ്മുടെ വാപ്പമാരെ നമുക്ക് ഹീറോക്കളാണ്. എല്ലാവരുടെ വാപ്പമാരെ എല്ലാവർക്കും ഹീറോസാണ്. ഫർഹ വി കെ ഇൻസ്റ്റാഗ്രാമിൽ നോക്കിയാൽ കാണായിരിക്കും. എൻ്റെ കമൻറ്റ് സെക്ഷനിൽ നോക്കിയാൽ മതി. ഫസ്റ്റ് മാരേജ് ആണോ മെഹനു? അതിലല്ല കുറച്ച് അണുബാധികൾ ഉണ്ടാവും എന്തെങ്കിലുമൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ്. ഒത്തു കൊടുക്കട്ടെ എന്നാണ് ഞാൻ എപ്പോഴും പറയുന്നത്. ഞാൻ ചോദിക്കണതിൻ്റെ അടിയിൽ വന്നിട്ട് പറഞ്ഞ ആവശ്യമില്ല. ഞാൻ പറയില്ല കീടാനും നമ്പർ 2 എന്തൊക്കെ ഇതാണ് ഞാൻ ഡെഡിക്കേഷൻ കൊടുക്കണം. പ്രഗ്നൻ്റ് മെഹനു ആവശ്യത്തിനുള്ള ഫ്രീഡം കൊടുക്കും. പക്ഷെ ആവശ്യത്തിനുള്ള ഫ്രീഡം നമ്മൾ മുതലെടുക്കരുത്. പക്ഷെ ഫ്രീഡം കൊടുത്തില്ലെങ്കിലും പ്രശ്നമാണ്. അതിനും റൈറ്റ് സൈഡാണോ ലെഫ്റ്റ് സൈഡാണോ എനിക്ക് അനക്കുണ്ടായെന്നാണ് ചോദിക്കുന്നത്. ഞാനല്ല വിളിച്ചു കൊണ്ടുപോയിട്ട് മെഹനു ഇതാണ് ക്യാമറമാൻ പരിചയപ്പെടുത്തി കൊടുക്കും. അതുപോലെ ആണ് അവളും. ഞാൻ കൊണ്ടുവരുന്ന ഒരാളെ വെച്ചിട്ട് മെഹനുവിൻ്റെ തലയിൽ ആവല്ലേ എന്നുള്ളൊരു പ്രാർത്ഥന എനിക്കുള്ളത്. നമ്മൾ അതിനനുസരിച്ച് നിൽക്കുക. എനിക്ക് പറഞ്ഞാൽ ചേട്ടാ അറ്റം വരെത്തിയല്ല ഒരു ഇഞ്ചിട്ടാ. ഇവാൻ മെഹനു 9 അയ്യോ കുട്ടി എണീച്ചു. ഞാൻ ഇത് കുറച്ച് ബ്ലഷ് കിട്ടണം. ഞാൻ ബ്ലഷ് ഇടാറില്ല. ഞാൻ വെറുതെ മുളച്ച് വന്നത് കൂടുതലായിട്ട് പാല് കുടിച്ച് കഴിയുമ്പോൾ വോമിറ്റിംഗ് ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് അവന് പാർട്ട്നേഴ്സ് ആകുമ്പോൾ നമ്മൾ വേറൊരു ഇതിലേക്ക് പോവരുത്. മൂന്നാമതൊരാൾ വരരുത്. ഇയാൾ അംബാനിയുടെ മോളാണോ? ഉമർ 1098 ലവ് മാരേജ് ആണോ? അല്ല നിങ്ങൾ അംബാനിയുടെ മോനാണോ? എൻ്റെ അടുത്ത് ഇങ്ങനെ വന്ന് ചോദിക്കാൻ ആണോ ആണോ ആണോ? ഇതെന്താ പാസ്റ്റിൽ കാര്യങ്ങൾ ചോദിക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായി. അതായത് ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മെഹനു ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നത് ഒരു Q&A പോലെ ഞാൻ എന്തെങ്കിലും ചോദിക്കുക ആസ്ക് മീ സംതിങ് ഇട്ടിട്ടുണ്ടായി. അപ്പോൾ അതിന് കുറച്ച് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഇൻസ്റ്റഗ്രാമിൽ ഞാൻ സ്റ്റോറി ഇട്ടിട്ടുണ്ടായി ആസ്ക് മീ സംതിങ് എന്ന് പറഞ്ഞിട്ട്. അതിനുള്ള റിപ്ലൈ ഞാനിപ്പോൾ കൊടുക്കുന്നില്ല. ഇപ്പോൾ ഞാൻ വീഡിയോ ഇട്ടതിനുള്ള കമൻറ്റ് സെക്ഷനിൽ ഒരു 10 കമൻറ്റ് ഞാൻ എടുത്തിട്ടുണ്ട്. യൂട്യൂബിൽ ഇൻസ്റ്റയിൽ മിക്സ്ഡ് ആയിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ അതിന് റിപ്ലൈ തരാൻ വന്നതാണ്. ഓക്കെ, അപ്പോൾ ഞാൻ എല്ലാവരുടെ പേര് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പേരിനനുസരിച്ചുള്ള റിപ്ലൈ തന്നത്. കാരണം അവർക്കാണ് റിപ്ലൈ തന്നെയെന്ന് അവർക്ക് മനസ്സിലാവണമല്ലോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വായിക്കാം. ഫാത്തിമ സഫിയ 2525 എന്ന് പറഞ്ഞിട്ടൊരു ഇതാണ്. ഇത് യൂട്യൂബിൽ നിന്ന് വന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. പ്രഗ്നൻ്റ് ആയിരിക്കും. ഞാൻ ഇതിൽ കൂടുതൽ ഇതെന്നിപ്പോൾ ഇന്ന് ഫുള്ള് തെറ്റ് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. പാസ്റ്റിൽ കാര്യങ്ങൾ ചോദിക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായി. അതായത് മോനോ ഇത് മേനോൻ്റെ പാസ്റ്റും പിന്നെ എൻ്റെ പാസ്റ്റിലെ മാരേജ് ലൈഫിനെ പറ്റി ചോദിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടായി. എൻ്റെ ഇതുവരെ വന്നിട്ടില്ല. മേനോൻ്റെ കുറച്ച് വന്നിട്ടുണ്ട്. ഞാൻ എന്തായാലും പറയാം. അത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ കുറച്ച് അണുബാധികൾ ഉണ്ടാവും എന്തെങ്കിലുമൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ്. അനിയത്തിമാരൊക്കെ വന്ന പാല് കുടിച്ച് നോക്കൊന്നുമില്ല. അവന്മാർ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ കുളിക്കുകയും പൊക്കൊക്കെ ചെയ്യുമ്പോൾ ഓക്കെ. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഫാത്തിമ സഫിയ 2525 ഇത് യൂട്യൂബിൽ നിന്നാണ്. പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ ഒരു കാര്യം കൂടി പറയട്ടെ. ഞാനിങ്ങനെ ബുക്കിലായിട്ട് എഴുതി വെച്ചേക്കണം. കാരണം ഒരു ഫോൺ ആകെ ഡിസ്പ്ലേ പോയിട്ടുണ്ടായിരുന്നു നോക്കാം. പക്ഷെ അത് ആകെ പച്ചപ്പ് നിർന്നിരിക്കുന്നു. അപ്പോൾ എനിക്ക് അതിലേക്ക് നോക്കാൻ പറ്റില്ല. പിന്നെ ലാപ്പ് എടുത്ത് എനിക്ക് കയ്യിൽ വെച്ചിരിക്കുന്നത് ബുദ്ധിമുട്ടാണ്. ഓക്കെ, അപ്പോൾ അതാണ് ഞാൻ ഇങ്ങനെ പേജിൽ എഴുതിയൊക്കെ വന്നിരിക്കണേ. എന്തൊക്കെ ഇതാണ് ഞാൻ ഡെഡിക്കേഷൻ കൊടുക്കണം. പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ ഏത് സൈഡിലാണ് അധികം ബേബി മൂവ്മെൻറ്റ് ഉണ്ടായത്? റൈറ്റ് ഓർ ലെഫ്റ്റ്? പ്ലീസ് റിപ്ലൈ മീഡി. അയ്യോ, ഇത് ഇൻസ്റ്റഗ്രാമിലെ കമൻറ്റാണ് കേട്ടോ. അത് അവനെ ഞാൻ അവിടെ കിടത്തിയിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ തകരാറ് കാണുമ്പോൾ ഞാൻ പോയി അവനെടുത്ത് നേരെ കിടത്തും. ഓക്കെ, ഇത് ഇൻസ്റ്റഗ്രാമിലെ കമൻറ്റാണ് കേട്ടോ. റൈറ്റ് ഓർ ലെഫ്റ്റ് ആണോ റിപ്ലൈ മീഡി? എവിടെ റൈറ്റ് സൈഡാണോ ലെഫ്റ്റ് സൈഡാണോ എനിക്ക് അനക്കുണ്ടായെന്നാണ് ചോദിക്കുന്നത്. എനിക്ക് ഫസ്റ്റ് അനക്കുണ്ടായത് റൈറ്റ് സൈഡിലായിരുന്നു. ദെൻ ആഫ്റ്റർ 2 സൈഡിൽ എനിക്ക് മൂവ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ട്. ഇന്ന സൈഡിലൊന്നുമില്ല. പിന്നെ ലെഫ്റ്റ് സൈഡിൽ പൊങ്ങി മുഴച്ച് വന്നത് കൂടുതൽ ലെഫ്റ്റ് സൈഡായിരുന്നു. അങ്ങനെ തല മുഴച്ച് വന്നത് ലെഫ്റ്റ് സൈഡാണ്. അങ്ങനെയാണ് എൻ്റെ ഓർമ്മ. 2 സൈഡ് പൊങ്ങും. ഇന്ന കുട്ടിയായിട്ടൊന്നുമല്ല. 2 സൈഡും എല്ലാവർക്കും അനക്കം ഉണ്ടാവും. ഇന്ന കൊച്ചെന്ന് അങ്ങനൊന്നുമില്ല. സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് മാരേജ് ആണോ നീ? ഞാൻ മോർണിംഗ് വായിക്കുന്നത് ഷോർട്ടാക്കില്ല. മാരേജ് ആണോ നീ? യെസ്, നോ. എൻ്റെ സെക്കൻഡ് മാരേജ് ആണ് മേനോ. അത് ചോദിച്ചേക്കുന്നത് പാത്തൂസ് ബാബൂസ് എന്ന് പറയുന്നൊരു പേജാണ്. തേർഡ് ചോദിക്കാൻ ഇയാൾ അംബാനിയുടെ മോളാണോ? ഉമർ 1098. അംബാനിയുടെ മോൾക്ക് മാത്രം അംബാനിയുടെ മോനിക്ക് മാത്രം ആസ്ക് മീ സംതിങ് ഇട്ടുള്ളൂ. അങ്ങനെ ഉണ്ടോ? എനിക്കറിയാൻ പാടില്ലാണ്ടിരിക്കുക. അല്ല നിങ്ങൾ അംബാനിയുടെ മോനാണോ? എൻ്റെ അടുത്ത് ഇങ്ങനെ വന്ന് ചോദിക്കാൻ ആണോ ആണോ ആണോ?
ഒന്ന് പോകണം, കുറച്ച് പ്രായമുണ്ട് തോന്നുന്നു. ഞാൻ പേജ് എടുത്ത് നോക്കിയായിരുന്നു. ഇത്ര എനിക്ക് ആ പുള്ളിക്ക് റിപ്ലൈ കൊടുക്കാറുള്ളൂ. ഞാൻ പറഞ്ഞായിരുന്നു വീഡിയോയിൽ കുറച്ച് അണുബാധകൾ വരും, സോ ഞാൻ ഇഗ്നോർ ചെയ്യുന്ന വിചാരിച്ച. പക്ഷേ ഇതിനെനിക്ക് റിപ്ലൈ കൊടുക്കണം എന്നുണ്ടായിരുന്നു. ആരും അംബാനിയുടെ മക്കളല്ല. നമുക്ക് നമ്മുടെ വാപ്പന്മാർ നമുക്ക് ഹീറോക്കളാണ്. എല്ലാവരുടെ വാപ്പന്മാരും എല്ലാവർക്കും ഹീറോസാണ്. അതുപോലെ തന്നെയാണ്. ഓക്കെ. 4, മോൻ്റെ നെയിം എന്താ? സലീം അബ്ദുൾ റഹ്മാൻ 4068 ആണ് ചോദിച്ചത്. മോൻ്റെ നെയിം ഇവാൻ മെഹനു 91. അയ്യോ, ഇൻസ്റ്റ ഐഡി പറയണം, ഇവാൻ മെഹനു, അത്രേ ഉള്ളൂ കേട്ടോ. 5, നിങ്ങൾ ലവ് മാരേജ് ആണോ? ഫാത്തിമ പാത്തു. യെസ്. 6, ഫസ്റ്റ് മാരേജ് ആണോ മെഹനു? അതൊരു രണ്ടാമത് ഒന്നുകൂടി ചോദിച്ചേക്കാണ്. ഫർഹാന ഫർഹൻ എന്ന് പറഞ്ഞൊരു കുട്ടിയാണ് ചോദിച്ചേക്കുന്നത്. ഫസ്റ്റ് മാരേജ് ആണോ മെഹനു? അല്ല, സെക്കൻഡ് മാരേജ്. നമ്മുടെ ഫസ്റ്റ് തൊട്ടുള്ള വീഡിയോസ് കാണുന്നവർക്ക് അറിയായിരിക്കും. ഞാൻ ഇതിലൊക്കെ പറഞ്ഞിട്ടുണ്ട് സെക്കൻഡ് മാരേജ് ആണെന്ന്. ഫുൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന വീഡിയോ ഒക്കെ ഉണ്ട്. 7, ഞാൻ മോൻ ഫുഡ് കൊടുത്ത് തുടങ്ങിയെങ്കിൽ അവന് ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോൾ വോമിറ്റിംഗ് ചെയ്യാറുണ്ടോ? കമിഴ്ന്നൊക്കെ കിടക്കുമ്പോൾ? പിന്നെ സെയിം തന്നെ ചോദിച്ചിട്ട് പാല് കുടിച്ച് കഴിയുമ്പോഴും. ഞാൻ ചോദിച്ചിട്ട് ക്യൂട്ട് ലൈറ്റ് 3 എന്ന് പറഞ്ഞിട്ടൊരു അക്കൗണ്ടിൽ നിന്നാണ്. മോന് ഫുഡ് കഴിച്ചു കൊടുക്കുമ്പോൾ ഛർദ്ദിച്ചിട്ടൊന്നുമില്ല മാഷാള്ള ഇതുവരെ. ചേട്ടാ അറ്റം വരെത്തിയല്ല, ഒരു ഇഞ്ചിട്ടാ. അവൻ ഉറങ്ങിയപ്പോൾ ഞാൻ വീഡിയോ എടുക്കാതിരുന്നതാണ്. അവൻ ഉറങ്ങിയപ്പോൾ ഞാൻ വാതിലൊക്കെ അടച്ച് ഇവിടെ ഒന്ന് ബെഡൊക്കെ മാറ്റിയിട്ട് സെറ്റ് ചെയ്തപ്പോഴേക്കും കുട്ടി എണീച്ചു. ഞാൻ ഇത് കുറച്ച് ബ്ലഷ് കിട്ടണം, ഞാൻ ബ്ലഷ് ഇടാറില്ല, ഞാൻ വെറുതെ നിർത്താക്കിയതാണ് ലിപ്സ്റ്റിക് ഇട്ടപ്പോൾ. ഓക്കെ. പാല് കുടിച്ച് കഴിയുമ്പോൾ വോമിറ്റിംഗ് ഉണ്ടോ എന്ന് ചോദിച്ചിട്ട്, അവന് വോമിറ്റിംഗ് ഇതുവരെ ചെയ്തിട്ടില്ല. ഇടയ്ക്ക് പാല് കൊടുത്ത് കഴിയുമ്പോൾ നമ്മൾ കയ്യിലെടുത്തിട്ട് കുലുക്കൂലോ. അനിയത്തിമാരൊക്കെ വന്നാൽ പാല് കുടിച്ച് നോക്കൊന്നുമില്ല. അവന്മാർ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ കുലിക്കുകയും പൊക്കൊക്കെ ചെയ്യുമ്പോൾ കക്കാറുണ്ട്. ഇങ്ങനെ കക്കല് മീൻസ് വായന്ന് കുറച്ച് വെള്ള കട്ട പോലെ, തൈര് കഷ്ണം പോലെ. മോനോ ഇരിക്കണ കഷ്ടപ്പാടില്ല ഇപ്പം, അത് സീന്. ഇങ്ങനെ തലടിച്ച് പോല. അപ്പോൾ അങ്ങനെ ഒരു വൊമിറ്റ് അങ്ങനെ ആക്കിയിട്ടില്ല. അവൻ ഇപ്പോൾ നമ്മൾ ഫുഡ് കൊടുക്കുമ്പോൾ തന്നെ കിടത്തുമ്പോൾ അപ്പം തന്നെ ഉരുണ്ട് കമിഴലാണ് പണി. ഇതുവരെ മാഷാള്ള ഛർദ്ദിച്ചിട്ടില്ല. ഇടയ്ക്ക് ഇങ്ങനെ വായിന്ന് ഇങ്ങനെ തൈരിൻ്റെ പോലത്തെ ഒരു സാധനം വരാറുണ്ട് ഇടയ്ക്ക്. 8, എന്നോടൊന്നും ചോദിക്കാനില്ല മോളെ, മെഹനാസിനോടുള്ളൂ ചോദിക്കാനുള്ളത്. എന്തായിരിക്കും എന്ന് ഊഹിക്കാലോ? ഇല്ല, ഒന്ന് ആലോചിച്ച് നോക്കട്ടെ. ഊഹിക്കാൻ എന്താ ഊഹിക്കാനുള്ളത്? എനിക്കൊന്നും ഊഹിക്കാനായിട്ടൊന്നും തന്നെയില്ലല്ലോ. നിങ്ങളെന്തെങ്കിലും ഊഹിച്ചിട്ട് കിട്ടിയോ? എനിക്കൊന്നും കിട്ടില്ല. മെഹനാസിനോടുള്ള ചോദിക്കാം. മെഹനാസിനോട് ചോദിക്കണമെങ്കിൽ അത് മേനു ആസ്മി സംതിങ് ഇട്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം അതിൽ. ഇതിപ്പോൾ ഞാൻ ചോദിക്കണതിൻ്റെ അടിയിൽ വന്നിട്ട് പറഞ്ഞ ആവശ്യമില്ല. ഞാൻ പറയില്ല, കീടാനു നമ്പർ 2 പേര് ഞാൻ പറയാം. ഫർഹ VK. ഇൻസ്റ്റാഗ്രാമിൽ നോക്കിയാൽ കാണാമായിരിക്കും. എൻ്റെ കമൻറ്റ് സെക്ഷനിൽ നോക്കിയാൽ മതി. ഓക്കെ. 9th ക്വസ്റ്റ്യൻ. നിങ്ങളോട് മെഹനുവിൻ്റെ പാസ്റ്റ് ചോദിക്കുന്നില്ല. ഓക്കെ. ബട്ട് ഒരു കാര്യം നിങ്ങളോട് ചോദിക്കണം എന്നുണ്ട്. അറ്റ് വാട്ട് പോയിന്റ് വേർ യു കൺവിൻസ് ദാറ്റ് മെഹനു വിൽ ബി എ ഗ്രേറ്റ് പാർട്ട്ണർ ഫോർ യു ഡിസ്പൈറ്റ് ദ ട്രാജഡി ഹിസ് പ്രീവിയസ് പാർട്ട്ണർ ഹാഡ് ടു ഫേസ്? വൈ? പ്രീവിയസ് വൈഫ് എന്ത് ഫേസ് ചെയ്തു എന്ന് എനിക്ക് മനസ്സിലായില്ല. എന്താ ഫേസ് ചെയ്തതെന്ന് അറിയില്ല. അത് ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്തിട്ടുള്ളത് മെഹനു ആണ്. അതിനിപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നില്ല. ഞാൻ ഓൾറെഡി പറഞ്ഞു. നിങ്ങൾ ഈ കമൻറ്റ് ഇട്ടേ കൊണ്ട് എന്നെ കുത്തി പറയിപ്പിക്കരുത്. മരിച്ച ഒരാളാണ്, പുറത്ത് കൊടുക്കട്ടെ എന്നാണ് ഞാൻ എപ്പോഴും പറയുന്നത്. ഓക്കെ. പിന്നെ പാർട്ട്ണർ നല്ലതാണെന്ന് എനിക്ക് തോന്നാനുള്ള കാരണം മെഹനു നല്ല കെയറിങ് ആണ്. പിന്നെ എനിക്ക് തോന്നിയ കാര്യം, ഒരു ഗേളിന് എങ്ങനത്തെ ഒരു ഫ്രീഡം വേണം എന്നുള്ളത് ഒരു ഹസ്ബൻഡിന് തരാൻ കഴിയുന്ന ഒരു വ്യക്തിയാണ് മെഹനു. കണ്ടതിൽ വെച്ച് ഇപ്പം എന്താ, നമുക്ക് ഇന്ന ഡ്രസ്സ് ഇട്ടാൽ കുഴപ്പമില്ല. ഡ്രസ്സ് ഇട്ട് മീൻസ് സ്ലീവ്ലെസ് അങ്ങനത്തെ ഷോർട്ട് ഇടുന്ന കാര്യമില്ല. അത് ഞാൻ ഇടേമില്ല, അത് വേറെ കാര്യം. നമ്മൾ ഈ നാട്ടിൽ ജനിച്ചതിൻ്റെ ഒരു ഇതിൽ ഞാൻ അങ്ങനത്തെ ഇടൂല. ഇടാൻ എനിക്ക് കുഴപ്പമൊന്നുമില്ല, എനിക്ക് ഇഷ്ടമൊക്കെ തന്നെയാണ്. പക്ഷെ ഞാൻ ഇടൂല. നമ്മുടെ ഒരു ഇത് അങ്ങനത്തെ ഒരു ഇത്. അങ്ങനെ മേലെ കോസ്റ്റ്യൂംസിനെ പറ്റി അങ്ങനെ കുഴപ്പമൊന്നുമില്ല. ഓ വിട് അത് വിട്. പാച്ച് കളിച്ചോ? ഇത് കടിച്ചോണ്ടിരിക്കുന്നത്. കടിച്ചടിച്ച് അതിന് ഒന്നാമത് അതിന് തൊലിയില്ല, അതായത് തൊലിയും കൂടി തിന്നും. അപ്പോൾ മോളെ പറയാനുള്ളത്, എനിക്ക് പാർട്ട്ണർ എന്നുള്ള രീതിക്ക് ഇങ്ങനെയാണ് എനിക്ക് മനസ്സിലായത്. കെയറിങ് ആണ്. പിന്നെ നമുക്ക് വേണ്ട ഫ്രീഡം തരും. ഫ്രീഡം കൊടുത്തതിൻ്റെ പേരിൽ നമ്മൾ ഓവറായിട്ട് അത് മുതലെടുക്കരുത്. അതും കൂടി മെയിൻ ഒരു കാര്യമാണ്. എൻ്റെ പൊന്നാണ്ടി
പറഞ്ഞു വന്നത്, മുതലെടുക്കരുത്. നമ്മളൊരിക്കലും നമ്മുടെ ഹസ്ബൻഡ്സിനെ മുതലെടുക്കരുത്. ഇത്ര ഫ്രീഡം തന്നെ ഉണ്ട്, നമ്മളൊരിക്കലും അത് മുതലെടുക്കാൻ പാടില്ല. ഓക്കെ, അതിപ്പോൾ നേരെ തിരിച്ചാണെങ്കിലും ഹസ്ബൻഡ്സ് ആണെങ്കിലും മുതലെടുക്കരുത്. അങ്ങനെ നമ്മൾ പാർട്ട്നേഴ്സ് ആകുമ്പോൾ നമ്മൾ വേറൊരു ഇതിലേക്ക് പോവരുത്, മൂന്നാമതൊരാൾ വരരുത്. അതാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ നിങ്ങളിത് പറയുമ്പോൾ ഒരു മാനുവിൻ്റെ ഫ്രണ്ട് ഉണ്ടായാലും അവരുടെ കൂടെ എന്ന് പറയുന്നവരോട് പറയാനുള്ളത്, അത് മാനുവിൻ്റെ ഫ്രണ്ടല്ല. ഇപ്പോൾ എനിക്ക് ഷൂട്ടിന് വേണ്ടിയിട്ട് അയച്ചിട്ട് പൊന്നെ മുട്ടേ എൻ്റെ പൊന്നെ ഇപ്പം ഞാൻ എൻ്റെ ഷൂട്ടിന് വേണ്ടിയിട്ട് ഞാനാണ് ക്യാമറമാനെ സെറ്റ് ചെയ്യാറ്. ഓക്കെ, ഞാൻ ഓൺലൈനിൽ നോക്കിയിട്ട് നല്ലൊരാളെ നോക്കിയിട്ട് ഇവിടെ അടുത്തുള്ള ഒരാളെ നോക്കിയിട്ട് ഞാനാണ് സെറ്റ് ചെയ്യാറ്. അവർ ഷൂട്ടിന് വരുമ്പോഴാണ് മാനു അവരെ കാണുന്നത്. ചിലപ്പോൾ സംസാരിക്കും, ചിലപ്പോൾ സംസാരിക്കില്ല. ഞാനങ്ങനെ വിളിച്ച് കൊണ്ടുപോയിട്ട് മാനു ഇതാണ് ക്യാമറമാൻ പരിചയപ്പെടുത്തി കൊടുക്കും. അതുപോലെ ആണ് അവളും ചെയ്തിട്ടുള്ളത്. ലാസ്റ്റ് വരുമ്പോൾ അത് മാനുവിൻ്റെ ഫ്രണ്ടായി എന്നുള്ള രീതിക്കാണ് വരുന്നത്. ഇനിയിപ്പോൾ ഞാനിവിടുന്ന് മരിച്ചാലും ഇപ്പം എൻ്റെ ഒരു ക്യാമറമാൻ ഉണ്ട്, ഇപ്പോൾ അടുത്ത ക്യാമറമാൻ ഇപ്പോൾ നമ്മുടെ കൂടെ ഒക്കെ ഉണ്ടെങ്കിൽ അത് ബാധിക്കുന്നത് മാനുവിനെയാണ്. എൻ്റെ മനസ്സുകൊണ്ടുണ്ട്, പഠിച്ചവനെ അങ്ങനെ ഞാൻ കൊണ്ടുവരുന്ന ഒരാൾ വെച്ചിട്ട് മാനുവിൻ്റെ തലയിലാവല്ലേ എന്നുള്ളൊരു പ്രാർത്ഥന എനിക്കുള്ളത്. നമ്മൾ അതിനനുസരിച്ച് നിൽക്കുക. എനിക്ക് പറയാം പാർട്ട്ണർ അവൾ എന്നതൊക്കെ തന്നെ. ഈ അടുത്തൊരു ഒരു പെണ്ണ് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് മാനുവിനെ പോലത്തെ ഒരു പാർട്ട്ണറെ കിട്ടാൻ. കാരണം മാനു ആവശ്യത്തിനുള്ള ഫ്രീഡം കൊടുക്കും, പക്ഷെ ആവശ്യത്തിനുള്ള ഫ്രീഡം നമ്മൾ മുതലെടുക്കരുത്. പക്ഷെ ഫ്രീഡം കൊടുത്തില്ലെങ്കിലും പ്രശ്നമാണ്, അതിലും പ്രശ്നമുണ്ട്. വീഡിയോ ശരിക്കും ഞാൻ സംസാരിച്ച് കണ്ടിന്യൂസ് ആയിട്ട് കട്ട് ചെയ്യാണ്ട് ഇടണമെന്ന് വിചാരിച്ചൊരു വീഡിയോ ആണ്. ഇതിനിപ്പോൾ എഡിറ്റ് ചെയ്യാൻ കേട്ടിട്ടുണ്ട് ഞാൻ. ഇവനെ ഉറങ്ങിയപ്പോൾ അതാണ് എടുത്തത്. ഇത് ഇവൻ്റെ പുറകെ തന്നെ എടുക്കണം. ഇതാട്ടോ ഇതിനുള്ള റിപ്ലൈ. അത് ചോദിച്ചിരുന്നത് BRE_EZY 2025. ഓക്കെ, 2025 മാറ്റാനായിട്ടുണ്ട്, 2026 അങ്ങനെ. നെക്സ്റ്റ് 10th ക്വസ്റ്റ്യൻ. മെഹനുവിൻ്റെ ഉമ്മ വാപ്പ വരണില്ലേ നിങ്ങളുടെ പുറക്ക് ചോദിച്ചിരുന്നത് മിസ്സിസ് റമീസ്. യെസ്, വരാറുണ്ട് മീൻസ് ഇവനെ ഡെലിവറി കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അപ്പം തന്നെ വരട്ടെ എന്ന് വെച്ചപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഇപ്പം തന്നെ വരണ്ട, കാരണം കൊച്ചു ചെറുതല്ലേ. ആ സമയത്ത് ട്രെയിനൊക്കെ വരുമ്പോൾ കുറച്ച് പേർക്കൊക്കെ എന്തൊക്കെയോ അസുഖം, എന്തോ വൈറൽ ഫീവർ അങ്ങനെയൊക്കെ പടർന്നൊരു ടൈമായിരുന്നു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഇപ്പോൾ വരണ്ടാന്ന് പറഞ്ഞു. ഞാൻ വിളിച്ച് പറഞ്ഞത് ഇപ്പോൾ വരണ്ട, നിങ്ങൾ ട്രെയിനിൽ അത്രയും ദൂരം യാത്ര ചെയ്ത് വരണല്ലേ, കുഞ്ഞു കൊച്ചല്ലേ, അങ്ങനെ വരണ്ടാന്ന് പറഞ്ഞായിരുന്നു. സോ ഗൈസ്, ഇതാണ് ഇപ്പോൾ ഞാൻ 10 ക്വസ്റ്റ്യനുള്ള ആൻസറാണ് ഇപ്പോൾ കൊടുത്തിട്ടുള്ളത്. ഇനിയുണ്ട് മറ്റേ ആസ്മി സംതിങ്ങിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത് ഞാൻ എഴുതി തുടങ്ങിയിട്ടുള്ളൂ. അതിപ്പോൾ എന്തായാലും ഇതിൽ ഞാൻ കണ്ടിന്യൂ ചെയ്യാനുള്ളത് വേറൊരായിട്ട്, സ്റ്റോറിക്കുള്ള റിപ്ലൈ വേറെ ആയിട്ടാണ് ഞാൻ വിചാരിക്കുന്നത്. സോ വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് എടുക്കുമെന്നൊക്കെ പറഞ്ഞാൽ വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് ഇടണമെന്നുണ്ടായിരുന്നു. പിന്നെ ഫോണിൻ്റെ സ്പേസ് തീരുമ്പോൾ എനിക്ക് മടിയാവും. പിന്നെ ചെറിയ മടിയൊക്കെ പിന്നെ മനുഷ്യനാണല്ലോ. എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇടുന്നുണ്ട്. പിന്നെ സ്റ്റോറേജ് തീരുമ്പോൾ നമ്മൾ എഡിറ്റ് ചെയ്ത് അപ്പം കളയണം, അങ്ങനത്തെ ഒരു എനിക്ക് ദേഷ്യം തന്നെ. അതാണ് എൻ്റെ പൊന്നു എവിടെ അല്ലൊരു പശുവിനെ. അപ്പോൾ ഓക്കെ ഗൈസ്, ഞാൻ വൈൻഡപ്പ് ചെയ്യട്ടാ, ഇത്രേ ഉള്ളൂ. ഇനിയിപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻസ് ഇതേ പോകണം. അടുത്ത ക്വസ്റ്റ്യൻസ് ഞാൻ അടുത്തതിലാക്കി വരുന്നതായിരിക്കും. ഹോപ്പ് യു ഗൈസ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ ബൈ.